ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹമദ് ഹോസ്പിറ്റൽ സൈറ്റിൽ അവർ വീണ്ടും 3-4 വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഹമദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് നോക്കുക. ജോലി നോക്കുന്നവരൊക്കെ ഏതൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തത് മോർച്ചറി അറ്റൻഡറിന്റെ വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും അവർ അതിൽ പറയുന്നില്ല. ഹൈസ്കൂൾ ഗ്രാജുവേഷൻ മാത്രമാണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2-4 വർഷത്തെ എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള മോർച്ചറിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ലാംഗ്വേജ് സ്കില്ലൊക്കെ വേണമെന്ന് അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അറബിക് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. കമ്പ്യൂട്ടർ സ്കിൽസ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോർച്ചറി അറ്റൻഡറിന്റെ ജോബാണ് ഒന്നാമത്തത്. അപ്പോൾ ഹമദ് ഹോസ്പിറ്റലിലൊക്കെ ജോലി നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം കേട്ടോ. മോർച്ചറി അറ്റൻഡറിന്റെ വേക്കൻസി ഉണ്ട്. പിന്നെ പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ വേക്കൻസി അവർ പറയുന്നത് അത് സപ്പോർട്ട് സർവീസിന്റെ അണ്ടറിലാണ് വരുന്നത്. അതിന് ITI ഡിപ്ലോമയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ITI ഡിപ്ലോമയും അതുപോലെ തന്നെ റിലവന്റ് എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് വേക്കൻസി കാണാൻ പറ്റും. പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി ഏതാണെന്ന് വെച്ചാൽ HICT സ്പെഷ്യലിസ്റ്റിന്റെ ആണ് കേട്ടോ. 2 വേക്കൻസി ഇട്ടിട്ടുണ്ട് HICT സ്പെഷ്യലിസ്റ്റിന്റെ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്. ജസീനയുടെ സൈഡിലും കിടപ്പുണ്ട്, ഹമദിന്റെ സൈഡിലും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഹമദ് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വേക്കൻസീസ് ഒക്കെ. ബാച്ചിലർ ഓർ ഡിഗ്രി പ്ലസ് 7 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും റിക്വയർമെന്റ്സും ഒക്കെ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഹമദ് ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ഹമദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ 4 വേക്കൻസീസ് അവർ വീണ്ടും ഇട്ടിട്ടുണ്ട്. അതായത് HICT സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസിയും 2 വേക്കൻസി ഉണ്ട് കേട്ടോ HICTയുടെ. അതുപോലെ തന്നെ പ്ലാന്റ് ഓപ്പറേറ്റർ അതിൽ ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പിന്നെ മോർച്ചറി അറ്റൻഡർ, പിന്നെ അടുത്തത് നേഴ്സിംഗ് ഇൻഫോർമാറ്റിക് കോർഡിനേറ്റർ. ഇത്രയും വേക്കൻസീസ് അവരുടെ സൈറ്റിൽ പുതുതായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹമദ് ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയിട്ട് ഹമദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ജോലിയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.